ചിറ്റൂർ വിളയോട് സദ്ഗുരു യോഗാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 55ാമത് വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കാലത്ത് ജപത്തോടുകൂടിയാണ് വാർഷിക ദിനാചരണം തുടങ്ങിയത്. മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ 10 വയസ്സാകുമ്പോഴേക്ക് ഫോണിൽ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കാണാം. 10 വയസ്സ് തുടങ്ങിയാൽ കുട്ടികൾ ഫോണിൽ നിങ്ങൾ നോക്കിയോടെ എല്ലാ കുട്ടികളും ഫോണിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അതിപ്പോൾ ഏകദേശം വലിയവർക്കും ആ സുഖേട് വന്നു കഴിഞ്ഞു, വലിയവർക്കും അത് സുഖേട് വന്നു കഴിഞ്ഞു. അതെവിടേക്കാണ് കൊണ്ട് എത്തിക്കുക, എന്താണ് ആവശ്യമില്ലാത്തതൊക്കെ അത് നമുക്കൊരു വലിയൊരു അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എനിക്കതാണ് പറയാനുള്ളത്. എനിക്ക് മണിസ്വാമിയുമായിട്ട് ഞാനുള്ള ബന്ധത്തിൽ ഒരു അത്യാഗ്രഹം എന്നില്ലാണ്ടാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലോകം വെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഒഴിഞ്ഞത്. ആരും ഒഴിഞ്ഞിട്ടില്ല, എൻ്റെ കൂടെയുള്ളവർ ആരും ഒഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ ഒഴിയാൻ കാരണം എന്താ വെച്ചാൽ ഇത് എവിടേക്ക് കൊണ്ടുപോകണത്. അതുകൊണ്ടാണത്. അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശവും കൂടി അതിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ആ ജീവിച്ചു കഴിഞ്ഞ് മരിച്ചാൽ പോകും. നല്ല മനുഷ്യന്മാർ കാലാകാലമായിട്ട് നിൽക്കും. അതാണ് മണിസ്വാമി എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ആത്മാർത്ഥയോടും കൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മുൻ MLA കെ എ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൊടുവായൂർ ശാന്തിധാം ആശ്രമത്തിലെ ഋതോത്കഥ മഹസ്ഥിത, വണ്ടിത്താവളം തപോവരിഷ്ഠാശ്രമത്തിലെ മൈത്രേയൻ, പഴനി അഖില ഉലക സിദ്ധവിദ്യ അഭിവൃദ്ധി സംഘത്തിലെ ആനന്ദൻ, ഉടയംപാളയം സിദ്ധാശ്രമത്തിലെ രാധാകൃഷ്ണൻ, പഴനി കീരാനൂർ സന്മാർഗ ഗുരുകുലത്തിലെ തിരുപ്പതി അയ്യ, ആനമല മഹാത്മാഗാന്ധി ആശ്രമത്തിലെ രംഗനാഥൻ അയ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. തങ്കവേലു മരുതൻപാറ സ്വാഗതവും സുരേന്ദ്രൻ കണ്ണാളത്ത് നന്ദിയും പറഞ്ഞു. തുടർന്ന് സെമിനാറുമുണ്ടായി. യഥാർത്ഥ ഈശ്വരസേവ എന്ന വിഷയത്തിൽ പാരമ്പര്യ വൈദ്യനും യോഗാചാര്യനുമായ ബാലകൃഷ്ണൻ പിണറായി സെമിനാർ അവതരിപ്പിച്ചു. യോഗയും പ്രകൃതി ജീവനവും എന്ന വിഷയത്തിൽ നേച്ചർ ലൈഫ് ഇന്റർനാഷണൽ ചെയർമാൻ ഡോക്ടർ ജേക്കബ് വടക്കാഞ്ചേരി സെമിനാർ നയിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഗീത സദസ്സും അരങ്ങേറി. UTV ന്യൂസ്, പാലക്കാട്.